25 വർഷങ്ങൾക്ക് ശേഷം ബയേൺ മ്യൂണിച്ച് റിയൽ മാഡ്രിഡിൻ്റെ ഹോം ഗ്രൗണ്ടിൽ ഒരു കളി ജയിച്ചിരിക്കുകയാണ്. അതും നിർണായകമായ ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ഫൈനലിൻ്റെ ഫസ്റ്റ് ലെഗിൽ 1-2 ഗോളുകൾക്ക്. 2 ടീമും തുല്യ ശക്തികളായിട്ട് പോരാടിയ ഒരു മത്സരത്തിൽ ഒരേ ഒരു പ്ലെയർ, എടുത്ത് പറയേണ്ട ഒരു പ്ലെയർ മികച്ചു നിന്നു. ദ വോൾ, വൻമതിലായി റിയൽ മാഡ്രിഡിൻ്റെ അറ്റാക്കിങ്ങിന് പൂട്ടിട്ടത് മാനുവൽ ന്യൂയർ. 21 ഷോട്ട്, അതിൽ 10 ഓൺ ടാർഗറ്റ്. 10 ഷോട്ടുകൾ ഓൺ ടാർഗറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് മാത്രം മതി മാനുവൽ ന്യൂയറിനെ അളക്കാൻ. ഇപ്പോഴും പല ആൾക്കാരും മാനുവൽ ന്യൂയറിനെ എഴുതി തള്ളുന്നുണ്ട്. അപ്പോഴും പറയുകയാണ് എഴുതി തള്ളാനായിട്ടില്ല. ശരിക്ക് റിയൽ മാഡ്രിഡ് മിസ് ചെയ്തത് ഇവിടെ കോർട്ടുവാണ്. കോർട്ടുവും ന്യൂയറും 2 പേരും ഉണ്ടെങ്കിൽ ഒരു വൻ മത്സരം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ നമുക്ക് മാഡ്രിഡിനെ എഴുതി തള്ളാനായിട്ടില്ല. 90 more minutes ഈസ് ദർ. കാരണം ദ റിയൽ കംബാക്ക് റെമോണ്ടാണ്ട കിങ്സ് എന്ന് പറയുന്നത് റിയൽ മാഡ്രിഡിനെയാണ്. എന്തായാലും അലിയൻസ് അറീനയിൽ നെക്സ്റ്റ് വീക്കിൽ ഒരു തീപ്പാറുന്ന പോരാട്ടം കാണാൻ പറ്റും. എനിക്ക് ഇന്നലത്തെ ന്യൂ ഇയറിൻ്റെ പെർഫോമൻസിൽ എനിക്ക് പണ്ട് മാഞ്ചസ്റ്റർ യുണൈറ്റഡും ആർസണലും തമ്മിലുള്ള കളിയിൽ ഡേവിഡ് ഡെഹയുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. 15ഓളം ഓൺ ടാർഗറ്റ് ഷോട്ടുകളാണ് അന്ന് ഡെഹയെ സേവ് ചെയ്തത്. അതുപോലെയായിരുന്നു ന്യൂ ഇയറിൻ്റെ പെർഫോമൻസ്. എംബാപ്പെ, വിനീഷ്യസ് 2 പേർക്കും അറ്റാക്കിങ്ങിൽ ഒരു ഇത് കണ്ടെത്താൻ പറ്റിയില്ല. അവസാനം എംബാപ്പെ ഒരു ഗോൾ അടിച്ചു, പക്ഷേ അത് പോരായിരുന്നു. ന്യൂ ഇയറിനെ തടുക്കാൻ പറ്റിയില്ല. പക്ഷേ അലിയൻസ് അറീനയിൽ എന്തു വേണമെങ്കിലും സംഭവിക്കാം. അടുത്ത ആഴ്ച നമുക്ക് കാത്തിരുന്ന് കാണാം.